ആയിട്ടുള്ള ഫേസ് ഐസിൽ ഡിപ്പ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. കണ്ടോ, നീ കുറേ പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്, പിന്നെ ആരാണ് കത്രീന കൈഫ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു ഫേസ് നമ്മുടെ ഐസ് ഇട്ടിട്ടുള്ള വെള്ളത്തിനകത്ത് മുക്കുന്ന രീതി. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും ഉണ്ട്. ഒത്തിരി പേര് ഇത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നല്ലതാണോ ചീത്തയാണോ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാവർക്കും ചേരില്ല. നമ്മുടെ കറക്റ്റ് രീതിയിൽ നമ്മുടെ സ്കിന്നിന് ചേരണ രീതിയിൽ സ്കിൻ കൺസേൺസിനനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യാനെന്നുള്ളതാണ്. ഈ ഒരു ഫേസ് ഇങ്ങനെ നമ്മൾ ഐസ് ക്യൂബ്സിൽ മുക്കണ രീതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്പെഷ്യൽ ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ഷൂട്ട് ഉണ്ട്, നിങ്ങളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ്, ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്, അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഡേറ്റ് ഉള്ള ദിവസമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുള്ള ദിവസമാണ്, നിങ്ങളൊന്ന് ചെത്തി നിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. എങ്ങനെയാണിത് ഹെൽപ്ഫുൾ ആവണേ? ഇത് നമ്മളുടെ സ്കിന്നിലോട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റഷ് കൊണ്ടുവരും. അപ്പോൾ നമ്മളുടെ സ്കിന്നിന് ഒരു ഉണർവ് വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കപ്പോൾ ഒരു എണീറ്റ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. പിന്നെ നമ്മളുടെ സ്കിന്നിന്റെ പോഴ്സ് ഒക്കെ ഒന്ന് ടൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടെമ്പററി ആണെങ്കിൽ പോലും കുറച്ച് നേരത്തേക്ക് നമ്മളുടെ ഫേസ് ഒന്ന് ടൈറ്റൻ ആകും. ടൈറ്റൻ ആകുമ്പോഴേക്ക് ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിലോട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ മേക്കപ്പ് ചെയ്യണേക്കാട്ടിലും മുമ്പ് നമ്മളുടെ ഫൗണ്ടേഷൻ ഭയങ്കര ഫ്ലോലെസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിങ്ങനെ ഫേസ് ഐസിൽ ഡിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൗണ്ടേഷൻ നല്ല രസമായിട്ട് ഇടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഈ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്കിങ്ങനെ ഒരു വീർത്തിരിക്കില്ലേ, നമുക്ക് ഈ കണ്ണിൻ്റെ അടിയിലും ഇവിടെയൊക്കെ ഒരു പഫിനെസ് മൊത്തത്തിലുണ്ട്. ആ ഒരു പഫിനെസ്സിനൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും റെഡ്നെസ് ഒക്കെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെഡ്നെസ്സിനൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഈ ഒരു ഐസ് വാട്ടർ ഫേഷ്യൽ, ഇല്ലെങ്കിൽ ഐസ് വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഇത് നിങ്ങൾ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം. നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഭയങ്കര തണുപ്പല്ലേ, പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മളുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ ചിലപ്പോൾ ബ്രോക്കൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർ യൂസ് ചെയ്യരുത്. അതുപോലെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർ, കാരണം ഇത് ഈ ഐസ് ഡിപ്പ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുക, നമ്മുടെ പോഴ്സ് ടൈറ്റൻ ആവുക ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആക്കും. അങ്ങനെ ഡ്രൈനെസ് കൂട്ടാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളിത് എല്ലാ ദിവസവും യൂസ് ചെയ്യരുത്. ഓക്കെ, എല്ലാ ദിവസവും യൂസ് ചെയ്യാണ്ട് സ്പെഷ്യൽ ഇവൻറ്റ്സിന് മാത്രമേ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറയണുണ്ടല്ലോ, നിങ്ങളുടെ ഫേസിൽ ഐസ് ക്യൂബ്സ് റബ്ബ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ ഡെയിലി ബേസിസിൽ തണുപ്പ്, ഇത്രയും ഭയങ്കര തണുപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല. ഐസ് നമുക്ക് ഫേസിൽ തൊടുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തത്ര തണുപ്പാണെങ്കിൽ നമ്മൾ എടുക്കരുത്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഭയങ്കര തിളച്ച വെള്ളം എടുത്ത് മുഖം കഴുകുക, അതേപോലെ തന്നെയാണ് നമ്മൾ ഭയങ്കര തണുപ്പ്, നമുക്ക് ഇങ്ങനെ മരവിച്ച് പോണ പോലത്തെ തണുപ്പ് നമ്മളുടെ ഫേസിലോട്ട് വെക്കരുത്. അത് നമ്മളുടെ ഫേസിന് ഒരു ഇൻസ്റ്റൻറ്റ് സ്കിന്നിനൊരു എന്താ പറയുക ഒരു ഷോക്ക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ തണുപ്പുള്ള സംഗതികൾ യൂസ് ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇവൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇനി നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ളത് പറയാം കേട്ടോ. നിങ്ങളുടെ ഭയങ്കര ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീം, അതുപോലെ കുക്കുംബർ, ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഐസ് ക്യൂബ്സ് ആക്കി വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് വീക്ക്ലി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിട്ട് യൂസ് ചെയ്യാം. അതും നിങ്ങൾ ഒരുപാട് നേരം ഇട്ട് ഉറക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം മാത്രം യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഫേസിൽ റബ്ബ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഫീൽ ചെയ്യാണ്, ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇതൊരു ടവലിനകത്ത് പൊതിഞ്ഞിട്ട് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത്. ഡയറക്റ്റ്ലി ഐസ് നമ്മളുടെ സ്കിന്നിലോട്ട് വെക്കണേക്കാട്ടിലും നല്ലത് ഇതേപോലെ എന്തെങ്കിലും ഒരു ടവലിനകത്ത് കവർ ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കാം. ബേസിക്കലി എങ്ങനെയാ വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ തൊടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നരുത്, കംഫർട്ടബിൾ ആയിരിക്കണം. എല്ലാം മീഡിയത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓവറായിട്ട് എന്താ ഒരു എഫക്റ്റും ഇല്ലാണ്ടിരിക്കരുത്, ഭയങ്കരമായിട്ട് എഫക്റ്റും ഉണ്ടാവരുത്. ഒരു മീഡിയം നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, ഒരു ചെറിയൊരു ഇത് അത് ഫീൽ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓയിലിനെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ ഒരു നീം അലോവേറയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് നിങ്ങളുടെ കുരുവിൻ്റെ മേലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുവിനെ ഒന്ന് കാം ഡൗൺ ആക്കാനും അത് ചുങ്ങി പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവല്ലേ ചെയ്യുക. അപ്പോൾ ഈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ അങ്ങനെയൊക്കെ മാത്രം നിങ്ങൾ യൂസ് ചെയ്തിരുന്നാൽ മതി. ഡ്രൈ സ്കിന്നുള്ളവർ, ഒരു നോർമൽ ടു ഡ്രൈ, എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾക്ക് ഐസ് യൂസ് ചെയ്യുമ്പോഴേക്കും ഒന്നും കൂടി ഭയങ്കരമായിട്ട് സ്കിന്ന് ചിലപ്പോൾ ആ സമയത്തൊരു ഗ്ലോ തോന്നുമെങ്കിലും
പയ്യനെ സ്കിന്ന് ഡ്രൈ ആക്കും. പിന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർ ആ ഭാഗത്തോട്ടേ നോക്കണ്ട. നിങ്ങൾ ഭയങ്കര റെഡ്നെസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ റെഡ്നെസ് കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർ ഇതിൻ്റെ ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കണ്ട. അടുത്ത ബെനിഫിറ്റ് പറയണേക്കാട്ടിലും മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. ഒരുപാട് ടിപ്സും അതുപോലെ ഒരുപാട് എൻഗേജിങ് വീഡിയോസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ നോർമൽ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ നോർമൽ സ്കിൻ ടൈപ്പിനല്ല, മൊത്തത്തിൽ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഇവൻറ്റ്സ് ഉള്ളപ്പോഴേക്കും ഒന്ന് ടൈറ്റൺ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾ ഫേസ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുമ്പോഴേക്കും ഇതൊരു 10 സെക്കൻഡ്സ് മുക്കുക. 2 തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ തവണ ഒരുപാട് തവണ ഇങ്ങനെ മുക്കരുത്. ഒരു 2 തവണ ഒരു 10 സെക്കൻഡ്സ് വളരെ നിങ്ങൾക്ക് എന്താ മുക്കുമ്പോൾ ഓക്കെ എനിക്ക് ഇത്ര പറ്റുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ മാറ്റണം. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യും. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ജിമ്മിലിരുന്ന് ചെയ്യില്ലേ, അത്ര എഫേർട്ട് എടുത്ത് ചെയ്യരുത്. നിങ്ങളുടെ പകുതി എഫേർട്ട് മാത്രം മതി. അതായത് പകുതി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണം അത്ര ആകുമ്പോൾ എടുക്കാം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫേസ് ഡയറക്റ്റ് നിങ്ങൾ പിന്നെ ഫേസ് ക്യൂബ്സ് പിന്നെ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഡയറക്റ്റ്ലി ഫേസിൽ മുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലും കൂടിയിട്ടാകുമ്പോൾ ഇച്ചിരി ഡൈല്യൂട്ട് ആവും. ഡയറക്റ്റ്ലി ഫേസിലോട്ട് നിങ്ങൾ ഐസ് വെക്കരുത്. ഒരു എന്തെങ്കിലും ക്ലോത്തിനകത്ത് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വൈറലായിട്ടുള്ള സംഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ചേരത്തില്ല. പക്ഷെ നമുക്ക് കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്യൂട്ടി ഹാക്സും നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഗുണപ്രദമാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സിൽ നിന്നാണ് ഞാൻ നെക്സ്റ്റ് ഓരോരോ വീഡിയോസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഐഡിയ പോലും ഞാൻ കമൻറ്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്കിത് ഈ കാണുന്ന വീഡിയോയിൽ കാണാം. നിങ്ങളിത് കണ്ടു നോക്കണം.